ചെയ്യുന്നത് നമ്മൾ അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ മുണ്ടക്കയിൽ നമുക്ക് 3 സ്ഥലത്തായിട്ടാണ് ആളുകൾ ഷെൽട്ടർ ചെയ്തത്. ഒന്നൊരു മസ്ജിദാണ്, ഒന്നൊരു റിസോർട്ടാണ്, ഒന്ന് ഒരു ബംഗ്ലാവിലാണ്. അപ്പോൾ ആ സ്ഥലത്തുള്ള മുഴുവൻ ആളുകളെ നമ്മളിപ്പോൾ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 വഴിയിലാണ്. ഒന്ന് റോപ്പിൽ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്, മറ്റേതൊരു താൽക്കാലികമായി നമ്മളൊരു സൈന്യത്തിൻ്റെ സഹായത്തോട് നിർമ്മിച്ച പാലത്തിലൂടെ റെസ്ക്യൂ ചെയ്തു. പിന്നെ ഒന്ന് ചോപ്പർ വന്നിട്ടൊരു റെസ്ക്യൂ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നു. അതിൽ പരിക്കുള്ള ആളുകൾ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു. കുഴപ്പമില്ലാത്ത ആളുകളെ നമ്മൾ നേരെ ക്യാമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 200 ആളുകളെയാണ് നമ്മൾ ഏകദേശം അവിടെ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടത്. ആ 200 ആളുകൾ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റുമെന്ന്. ഏകദേശം എത്ര പേര് കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു നമുക്ക് ഏകദേശ കണക്കെങ്കിലും ഈ അവിടത്തേക്ക് അങ്ങനെ നമുക്ക് എത്താൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയൊരു മെറ്റീരിയൽ അവരെ ഇവിടത്തേക്ക് എത്തിക്കുകയും പുഴയ്ക്ക് ഇക്കരയിൽ നിന്ന് അവരെ ഇപ്പുറത്ത് കടത്തി നമ്മൾ രക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് അവിടെ എത്താൻ പറ്റിയിട്ടില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഒരു റെസ്ക്യൂ നടത്തി എത്ര ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതും. ഇപ്പം നമുക്കൊരു 6ഓളം ബോഡി നമ്മളിവിടുന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഈ റെസ്ക്യൂവിൻ്റെ ഭാഗമായി തന്നെ റിക്കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥലത്ത് നമ്മൾ 5-6 ബോഡികൾ നമ്മളിപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ ആദ്യം നമ്മളിപ്പോൾ പ്രയോറിറ്റി ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ള, അതിനുശേഷം നമ്മൾ തെരച്ചിൽ ആരംഭിക്കും. അത് നമ്മൾ ഈ മിഷൻ നിർത്തുന്നില്ല. ഇന്ന് രാത്രി നമ്മൾ എത്ര വൈകിയാലാണെങ്കിലും ഇപ്പോൾ നമ്മളെ പുഴയുടെ മറുകരയിലെ മുഴുവൻ ആളുകളെയും നമ്മളിപ്പുറത്ത് രാത്രി തുടരാൻ കഴിയും. രാത്രി അതിനുള്ള സംവിധാനം നമ്മളിപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ഈ പോകുന്നത് പോലെയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് നമ്മളുടെ ആളുകളെ ഇക്കരെ നമ്മൾ എത്തിക്കാൻ പറ്റും. പ്രധാനമായിട്ടും ആളുകളെ ഇവിടേക്ക് എത്തിക്കുക, ഈ കരയിലുള്ളവരെ ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കരയിൽ ഇന്നലെ മുതൽ അപ്പുറത്ത് കുടുങ്ങിക്കിടന്നവരാണ് അവർ. ഇന്നലെ പ്രളയത്തിൽ ആ ആളുകളെ മുഴുവൻ ഇന്ന് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അവിടെ മറ്റ് സ്ഥലത്ത് കുടുങ്ങി കിടക്കുന്നവരെ ഇന്ന് രാത്രി സാധ്യമാണോ? പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട് അവിടെ. അതൊരു പ്രായോഗികമല്ല. കാരണം അത്രയും ഡേഞ്ചറാണ് അവിടുത്തെ സിറ്റുവേഷൻ. അവിടെ നമുക്ക് അത്രയും ലൈറ്റ് സൗകര്യം ഒരുക്കിയാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. പക്ഷെ അതൊരു പോസിബിളായ വേയില്ല. പക്ഷെ നമ്മൾ ഇവരെ റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും നമുക്ക് ആരംഭിക്കാൻ പറ്റും. മരക്കാറാണ് ആ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ന് രാത്രി തന്നെ മറുകരയിലുള്ള എല്ലാവരെയും കരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. നേരത്തെ ഈ ട്രീ വാലി റിസോർട്ടുമായി ബന്ധപ്പെട്ട് അവിടെ ഒരുപാട് പേർ കുടുങ്ങിക്കിടക്കുന്നതായി മാതൃഭൂമി ന്യൂസിലൂടെ ഒരാൾ അറിയിച്ചിരുന്നു. ആ അറിയിപ്പ് നമ്മൾ അധികാരികളുമായി പങ്കുവച്ചിരുന്നു. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയുണ്ടായി. അവിടെ നിന്നും ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇന്നലെ രാത്രി മുതൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒരു മരണവും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു.